ഹായ് ഓൾ. നമുക്കിന്ന് വിവിധ തരത്തിലുള്ള രക്തക്കുഴലുകളെ കുറിച്ചൊന്ന് പഠിച്ചാലോ? നമ്മുടെ SSCRTയിലുള്ള ചെറിയൊരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമായും 3 രീതിയിലുള്ള രക്തക്കുഴലുകളാണ് ഉള്ളത്: ധമനി, ലോമിക, സിര. എന്താ ധമനി എന്ന് പറയുമ്പോൾ? നല്ല കട്ടിയുള്ള ഇലാസ്തികതയുള്ള ഭിത്തിയാണ് ധമനി. അപ്പോൾ കട്ടിയും ഇലാസ്തികതയും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിലൂടെ ഉയർന്ന മർദ്ദത്തിലും അതുപോലെ ഉയർന്ന വേഗതയിലും രക്തം ഒഴുകും. ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ധമനി. കാരണം ഹൃദയത്തിൽ നിന്നും രക്തം ശരീരം മൊത്തം പമ്പ് ചെയ്ത് പോകണം അല്ലേ, എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. അപ്പോൾ നല്ല കട്ടി കൂടിയ ധമനികളാണ് സഹായിക്കുക. ഈ കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി ആയതുകൊണ്ട് തന്നെ രക്തം ഉയർന്ന സമ്മർദ്ദത്തിലും ഉയർന്ന വേഗതയിലും ഒഴുകുന്നു. രണ്ടാമത്തെയാണ് സിര. എന്താ സിര? ധമനി, സിര, ലോമിക. നമുക്ക് സിര നോക്കാം. എന്താ സിര? നേരെ ഓപ്പോസിറ്റ്, ധമനിയുടെ നേരെ ഓപ്പോസിറ്റാണ് സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീരെ കട്ടി കുറഞ്ഞ ഭിത്തിയായിരിക്കും ഉണ്ടാവുക. കട്ടി കുറഞ്ഞ ഭിത്തി ആയതുകൊണ്ട് തന്നെ രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും മാത്രമേ ഒഴുകുന്നുണ്ടാവുള്ളൂ. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും മാത്രം പോകുന്നത് കൊണ്ട് തന്നെ വാൽവുകൾ ഉണ്ട്. ഹൃദയത്തിലേക്ക് രക്തം അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് സിര. നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടു ചെല്ലുന്ന ആളാണ് സിര എന്ന് പറയുന്നത്. എന്താ ലോമിക? ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഇവിടെ ലോമികയുടെ ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഈ രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും മാത്രമേ ലോമികകളിലൂടെ ഒഴുകുള്ളൂ. അപ്പോൾ നമ്മുടെ ലോമികയിലും അതുപോലെ തന്നെ സിരയിലും രക്തം എങ്ങനെയാണ് ഒഴുകുന്നത്? കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും മാത്രം. ഭയങ്കര സ്പീഡിലും വേഗത്തിലും മർദ്ദത്തിലും ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ധമനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഡിഫറൻസും 3 രക്തക്കുഴലുകളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ.